ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ CSEB എക്സാമായി ബന്ധപ്പെട്ട് കുറച്ച് ഏരിയാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. ഓരോ ഏരിയ നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുന്നു. അപ്പോൾ നമ്മൾ CSEB എക്സാമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് 20ഓളം മാർക്ക് വരുന്ന ഒരു ഏരിയയാണ് ബാങ്കിങ്. അപ്പോൾ 20ഓളം മാർക്കുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ഏരിയാസ് പഠിക്കണം. നമ്മൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒന്നാണ് ബാങ്കുകളുടെ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഇന്ത്യയിൽ നടന്ന ബാങ്കുകളുടെ നാഷണലൈസേഷനെ പറ്റി നമുക്ക് നോക്കാം. അത് രണ്ട് ഫേസ് ആയിട്ട് നമ്മളിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസ് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ആ രണ്ട് തരത്തിലുള്ള ഒന്നിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. രണ്ടാമത്തെ ഫേസിൽ എത്ര തരം ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തത്, അന്നേരത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില പോയിന്റുകളിലൂടെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അധികം സമയം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നാഷണലൈസേഷൻ ഓഫ് 6 ബാങ്കുകളാണ് അല്ലേ. അതായത് ആദ്യത്തെ നാഷണലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നേരത്തെ പ്രധാനമന്ത്രി. അവിടെ 10ലധികം ബാങ്കുകൾ അവിടെ എന്ത് ചെയ്തു, നാഷണലൈസേഷൻ ചെയ്തു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഫേസ് വരുന്ന സമയത്ത് ഇവിടെ 6 ബാങ്കുകളിലാണ് നാഷണലൈസേഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഫസ്റ്റ് നാഷണലൈസേഷൻ നടന്നിരിക്കുന്നത് 19 ജൂലൈ 1969 ഫസ്റ്റ് നാഷണലൈസേഷൻ വരുന്നത് 19 ജൂലൈ 1969 ഏതാണ്, ഡെപ്പോസിറ്റ് 5 crore ആണ് അവിടെ വന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റ് 50 crore ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഡെപ്പോസിറ്റ് 50 crore ആണ് വന്നിരിക്കുന്നത്. അന്ന് 14 ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത്. 14 ബാങ്കുകളെയാണ് അന്ന് നാഷണലൈസേഷൻ ചെയ്തത്. നമ്മൾ അന്ന് പഠിച്ചതാണ്, ആ ബാങ്കുകളുടെ പേരൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. ഇനി സെക്കൻഡ് നാഷണലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് നാഷണലൈസേഷൻ. അവിടെ നടന്നിരിക്കുന്നത് 1980 ഏപ്രിൽ 15 സെക്കൻഡ് നാഷണലൈസേഷൻ വന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റ് 200 crores ആണ്. കൂടാതെ അന്നേരം 6 ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത്. 6 ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തത്. നമുക്ക് നോക്കാം അതിൽ ഏതൊക്കെയാണ് ആ ബാങ്കുകൾ, മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ, ഓൺ 15th April 1980, അതായത് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇതേ ഡേറ്റ് 1980 ഏപ്രിൽ 15 6 more banks in the private sector were nationalized. അവിടെ 6 ബാങ്കുകളാണ്. 6 ബാങ്കുകളും കൂടി അവിടെ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് നാഷണലൈസേഷൻ ചെയ്തു. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബാങ്ക് ആന്ധ്ര ബാങ്ക്, രണ്ടാമത്തത് കോർപ്പറേഷൻ ബാങ്ക്, അടുത്തത് ദ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അടുത്തത് ദി ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലിമിറ്റഡ്, അടുത്തത് ദി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്, ദെൻ ലാസ്റ്റ് വൺ വിജയ ബാങ്ക്. ഇത്രയും ബാങ്കുകളാണ് നമുക്കറിയാം. 1 2 3 4 5 6 അല്ലെ. അപ്പൊ എത്രയാണ്, 6 ബാങ്കുകൾ കൂടിയാണ് അന്ന് എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത്. 6 ബാങ്കുകളിലൂടെയാണ് അന്ന് എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത് അല്ലെ. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആ കാലയളവിൽ എന്തൊക്കെയാണ് ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, with the nationalization of the above 6 banks, the number of public sector banks increased to 28, comprising the State Bank of India and its 7 subsidiaries and 20 nationalized bank അല്ലെ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അതായത് നാഷണലൈസേഷൻ മൂലം നമുക്ക് നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക് എത്രയായി, 28 അവിടെ ഇൻക്രീസ് ചെയ്തു. അവിടെ എങ്ങനെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ് അവിടെ 7 കൂടാതെ 20ഓളം നാഷണലൈസേഷൻ ബാങ്കുകളും അല്ലെ. ആദ്യത്തേല് 14, പിന്നീട് 6, 20 അല്ലെ. അതെ, പിന്നീട് അത് കൂടാതെ എക്സ്ക്ലൂസീവ് ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക് കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അടുത്തെന്താണ്, ദീസ് ബാങ്ക് അക്കൗണ്ടഡ് ഫോർ 21% ഓഫ് ദി ടോട്ടൽ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഏപ്രിൽ 1980 അല്ലെ. അതാണ് അവിടുത്തെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. എത്ര പെർസെന്റേജ് ആണ്, 91 ആണ് അല്ലെ. എത്ര പെർസെന്റേജ് മക്കളെ, 91% ആണ് അല്ലെ. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന എക്സാമിന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സെക്കൻഡ് ഫേസ് എപ്പോഴാണ്, ഇവിടെ ഇത്രയും പോയിന്റുകളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫേസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത്ര മാത്രമേ നിങ്ങൾ അവിടെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഫേസ് നടന്നിരിക്കുന്നത് 6 ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തത്. ഡേറ്റ് എപ്പോഴാണ്,
15 ഏപ്രിൽ 1980, 1980 15 ഏപ്രിലാണ് നടന്നിരിക്കുന്നത് അല്ലെ. ദെൻ ഡെപ്പോസിറ്റ് എത്രയാണ്? 200 കോടിയാണ്. എത്രയാണ്? 200 കോടി. ദെൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ അന്നത്തെ ഇന്ദിരാഗാന്ധിയാണ്. കൂടാതെ ഫിനാൻസ് മിനിസ്റ്റർ വരുന്നത് ആർ വെങ്കിട്ടരാമനാണ്. ആർ വെങ്കിട്ടരാമനാണ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. അന്നേരത്തെ RBI ഗവർണർ വന്നിരിക്കുന്നത് IG പട്ടേലാണ്. കൂടാതെ 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത് 6th ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ രണ്ടാമത്തെ ഫേസ് പ്രകാരം പറയുകയാണെങ്കിൽ ഇത്രയും പോയിന്റുകൾ മാത്രമേ നമ്മൾ പറയണ്ടൂ. ഈ പോയിന്റുകളെ കൊണ്ട് നാഷണലൈസേഷൻ രണ്ടാമത്തെ ഫേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും ഇത്രയും പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നാഷണലൈസേഷൻ, ഒന്നാമത്തെ നാഷണലൈസേഷനെ പറ്റി നമ്മൾ പഠിച്ചു. 14ഓളം ബാങ്കുകളിലാണ് നാഷണലൈസേഷൻ ചെയ്ത് പഠിച്ചു. അതിന് ബാങ്കുകൾ പഠിച്ചു. പിന്നീട് രണ്ടാമത്തെ നാഷണലൈസേഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത്ര മാത്രമേ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഫേസിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് നാഷണലൈസേഷൻ. പിന്നെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പേരുകളും കൂടി ഏതൊക്കെയാണ്? ആന്ധ്ര ബാങ്ക്, അതുപോലെ കോർപ്പറേഷൻ ബാങ്ക്, ദ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലിമിറ്റഡ്, ദ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്, വിജയ ബാങ്ക്. ഇതിന്റെ പേര് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഫേസും കൂടി നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, CSEBയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാം ഡേറ്റ് ഒക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള സമയത്ത്, ഇനിയുള്ള ദിവസം കൂടുതൽ കരുതലോടുകൂടി, അല്ലെങ്കിൽ എന്താണ്, കൂടുതൽ ഊർജ്ജസ്വലരായിക്കൊണ്ട് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു വരുന്ന എക്സാമിനെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്കും റിവിഷൻ എന്ന പോലെയും പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ എങ്ങും എത്തിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. CSEBയുടെ 45 ഡേ ക്രാഷ് ബാച്ച്. 45 ദിവസത്തെയാണ് ബാച്ച് വരുന്നത് അല്ലെ. 45 ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് ഈ 45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നമ്മളെ മൊഡ്യൂൾ മൊത്തം കവർ ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, MCQ ഡിസ്കഷനുകൾ, PDF നോട്ടുകൾ, അതേപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു 45 ഡേ ക്രാഷ് ബാച്ച് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിവിഷൻ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ആയിട്ടൊക്കെ നമുക്ക് ഈ 45 ഡേ ക്രാഷ് കോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ബാങ്കിങ്ങിന്റെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റു പല ഏരിയകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട MCQ ഡിസ്കഷൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.